പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏവർക്കും കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദേവസ്വം ബോർഡ് LDC. കേരളത്തിലെ കുറേ ദേവസ്വം ബോർഡുകളുണ്ട്. തിരുവിതാംകൂറുണ്ട്, മലബാറുണ്ട്, ഗുരുവായൂരുണ്ട്, കൊച്ചിൻ ദേവസ്വം. അങ്ങനെ ഈ ദേവസ്വം ബോർഡുകളെല്ലാം പരീക്ഷ നോട്ടിഫിക്കേഷൻ വിളിക്കും. അതിന് പൊതുവായി പരീക്ഷ നടത്തുന്നത് പൊതുവായിട്ട് കേരള ദേവസ്വം ബോർഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിലബസും പരീക്ഷാ തീയതിയും എന്നാണ് വരിക എന്നൊരു സംശയം എല്ലാവർക്കുമുണ്ട്. സാധാരണഗതിയിൽ പരീക്ഷാ തീയതിയും സിലബസും വരുന്നത് പരീക്ഷാ തീയതിക്ക് 1 മാസം മുൻപ് മാത്രമാണ്. 1 മാസം മുൻപ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷാ തീയതി വന്നിട്ട് പഠിക്കാം, പരീക്ഷയുടെ സിലബസ് വന്നിട്ട് പഠിക്കാം എന്ന രീതിയിൽ ദയവായി ചിന്തിക്കരുത്. ഒരുപക്ഷെ കാര്യം അറിയാവുന്നവരുണ്ടാവാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ കാര്യം പറയണേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്നത് കഴിഞ്ഞ സിലബസ് പരിശോധിക്കുക എന്നതാണ്. ആ സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും വരാറില്ല. 2020 നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു, സെയിം സിലബസ് ആണ്. 2022 നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു, ഏറ്റവും കൂടുതൽ തസ്തിക ഫില്ല് ചെയ്യപ്പെട്ടതും ആ സമയത്ത് നോട്ടിഫിക്കേഷനാണ്. 2022 പരീക്ഷ നടക്കുന്നത് സെപ്റ്റംബർ മാസമായിരുന്നു. ഓണത്തിനോട് അനുബന്ധിച്ച ദിവസങ്ങളിലാണ് എക്സാം നടത്തപ്പെടുക. കൃത്യം 1 മാസം മുമ്പാണ് ഡേറ്റ് വന്നത്. ഓഗസ്റ്റ് മാസം ഡേറ്റ് വന്നു, സെപ്റ്റംബർ മാസം എക്സാം നടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സമയത്താണ് ഫൈനൽ സിലബസ് വരിക. ഇത് 2022 പബ്ലിഷ് ചെയ്ത സിലബസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുക കേട്ടോ. 2022 പബ്ലിഷ് ചെയ്ത സിലബസ് ആണ്. അതിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. ഓക്കെ, വിവിധ വിഭാഗങ്ങൾ നമുക്ക് സാധാരണഗതിയിൽ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് പരിചിതമായ സിലബസ് തന്നെ. GK ഉണ്ട്. GKയിൽ എന്തൊക്കെ വരും? ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, കോൺസ്റ്റിറ്റ്യൂഷൻ വരും, സിവിക്സ് വരും. ഇന്ന കാര്യങ്ങൾ വരും അല്ലേ. ഈ സിവിക്സിന് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് കേരള ഗവേണൻസ് എന്ന് പറയുക. പിന്നെ പാർട്ട് 2 നമുക്കറിയാം ഗണിതം, Q&A, മെന്റൽ എബിലിറ്റിയും അരിത്തമെറ്റിക്കും ഒക്കെ അതിനകത്ത് വരും. പിന്നെ ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്. പ്രാദേശിക ഭാഷയായിട്ട് മലയാളമോ തമിഴോ കന്നഡയോ. അത് മലയാളമുള്ളവർക്ക് മലയാളം തിരഞ്ഞെടുക്കാം, തമിഴാണെങ്കിൽ അങ്ങനെ, അല്ല കന്നഡയാണെങ്കിൽ അങ്ങനെ. ഇനി സയൻസ് ഉണ്ട്, പിന്നെ ബേസിക് കമ്പ്യൂട്ടർ പരിജ്ഞാനമുണ്ട്. പിന്നെ എന്താണല്ലേ, ക്ഷേത്രകാര്യങ്ങളും ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ദേവസ്വം ബോർഡുകളുടെ ചരിത്രത്തെയും കുറിച്ച് ഒരു 15 മാർക്കുണ്ട്. അങ്ങനെ 7 വിഭാഗങ്ങളിലായിട്ടാണ് സിലബസ് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ GK എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ സാധാരണഗതിയിൽ PSC ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. എങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊന്നും ഉണ്ടാവേണ്ട സാധ്യത കുറവാണ്. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും അത് ലളിതമായ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് എന്ന പരീക്ഷ വരും എന്നൊരു സംശയം ഉണ്ടാകാം. നോട്ടിഫിക്കേഷൻ വന്നിട്ട് സാധാരണഗതിയിൽ ഒരു 3 മാസം ഏറ്റവും കുറഞ്ഞത് സമയമുണ്ടാകും പരീക്ഷയ്ക്ക്. അപ്പോൾ ഇപ്പോഴ് ഇന്നേ ദിവസം ഏപ്രിൽ 1-ാം തീയതിയാണ്. മാർച്ച് 28-നാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. നിലവിൽ 36 വേക്കൻസിയാണ് LD ക്ലർക്കിന് വേണ്ടിയിട്ടുള്ളത്. അത് ചിലപ്പോൾ കൂടിയേക്കാം എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അത് കൂടാം, സാധാരണത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഫോർ എക്സാമ്പിൾ PSCയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ആ നോട്ടിഫിക്കേഷൻ അത് ഇത്ര വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ പരീക്ഷ നടക്കണം, അതിന്റെ റാങ്ക് ലിസ്റ്റ് വരണം, പിന്നെ 1 വർഷം കാലാവധി ഉണ്ടാവും. ഈ സാഹചര്യത്തിലുള്ള ഒഴിവൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഒഴിവ് എന്ത് ചെയ്യാം, ചിലപ്പോൾ വർദ്ധിച്ചേക്കാം. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. മറ്റ് ദേവസ്വം ബോർഡുകളുടെ നോട്ടിഫിക്കേഷനും വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഒരു നഷ്ടമാവില്ല. ഇവിടെ 36 വേക്കൻസി ഉണ്ട്. മറ്റ് ദേവസ്വം ബോർഡുകളിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പരീക്ഷയ്ക്കും സെയിം സിലബസ് തന്നെയായിരിക്കും വരിക. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, എഴുതുവാനായിട്ട് കഴിയും. ഇവിടെ നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക എന്നാണ് പ്രാധാന്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ 2022 ഈ ഒരു PDF, ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന PDF തന്നെ കണ്ടിട്ട് ഒത്തിരി പേര് ഒരുപാട് കമൻ്റൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് ഞാൻ കണ്ടു. ഇത്രയും വലിയ സിലബസോ, ഇതെങ്ങനെ പഠിച്ചു തീരാനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതി ഞാൻ കണ്ടു. പ്രിയ ഉദ്യോഗാർത്ഥികൾ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ സിലബസിൻ്റെ ആ ഒരു സൈസ് കണ്ട് പേടിക്കേണ്ട, വെറുതെ ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് കിട്ടും. അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, ശാസ്ത്ര, സാങ്കേതിക,
കലാ കായിക വിനോദ സാഹിത്യ മേഖലകളിലെ ആനുകാലിക സംഭവങ്ങൾ. നമ്മൾ സാധാരണ പഠിക്കുന്ന കറണ്ട് അഫെയർ തന്നെ. ശരിയല്ലേ? കറണ്ട് അഫെയർ തന്നെ. അതിനകത്ത് ഈ ചന്ദ്രയാൻ 1 ചന്ദ്രയാൻ 2 അന്ന് രേഖപ്പെടുത്തി. ഇനിയിപ്പോൾ രേഖപ്പെടുത്താൻ പോകുന്നത് എന്താണ്? മംഗളയാൻ കൂടെ രേഖപ്പെടുത്തും. സോ അതിൽ ടെൻഷനൊന്നും അടിക്കേണ്ട. അത് നമുക്ക് കറണ്ട് അഫെയറിൽ തന്നെ കിട്ടും. ശരിയല്ലേ? പുരസ്കാരങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും 10th ലെവൽ മെയിൻസ് പരീക്ഷയ്ക്കും തിരഞ്ഞെടുക്കുന്നവർക്ക് ഇതൊന്നും വിഷയമേ അല്ല. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കിയേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇത് തന്നെ സിലബസിൽ പ്രത്യേകിച്ച് ഹെഡിങ് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഹെഡിങ് കൊടുത്തിട്ടില്ല, പക്ഷെ ബാക്കി ഏകദേശം ഒക്കെ സിലബസിലുള്ളതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മളെ നാഷണൽ മൂവ്മെന്റ് ഒക്കെ പഠിക്കാറുണ്ട് അല്ലേ? രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ, നമ്മുടെ രാജാറാം മോഹൻ സ്വാമി, ദയാനന്ദ സരസ്വതി അവരൊക്കെ തന്നെയാണ്. പിന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1905 സ്വദേശി മൂവ്മെന്റ് തൊട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ, വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സംഭവങ്ങൾ, ഇതൊക്കെ അതിനകത്ത് വരും. അതൊക്കെ നമ്മൾ സ്ഥിരം പഠിക്കുന്നതുമാണ് അല്ലെ? പിന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ക്യാബിനറ്റ്, 1946 താൽക്കാലിക ഗവൺമെന്റ്, പിന്നെ ഇന്ത്യൻ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും, ഇതൊക്കെ നമ്മൾ സ്ഥിരം കോൺസ്റ്റിറ്റ്യൂഷനകത്തും അതോടൊപ്പം ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്തും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ. ഇതിന്റെ സബായിട്ടുള്ള ടോപ്പിക്കാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് വരിക. ശരിയല്ലേ? നോക്കിയേ, മഹാത്മാഗാന്ധി നയിച്ച അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, ഗാന്ധിയൻ മൂല്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാലിക പ്രസക്തി എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഗാന്ധിയൻ ആശയങ്ങളെ പരാമർശിക്കുന്ന ഒരു സെഷൻ ഉണ്ട്. എന്താ? മാർഗനിർദ്ദേശ തത്വങ്ങൾ. അത് തന്നെയാണ് അവിടെ വരിക. പിന്നെ എക്കണോമിക്സിൽ ഗാന്ധിയൻ പദ്ധതി, ഗാന്ധിയൻ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗ്രാമീണ വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഗ്രാമീണ ഇൻഡസ്ട്രിയലൈസേഷൻ പറയുന്നുണ്ട്. ഇതാണ് അതിനകത്ത് വരിക. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഏതിലൊക്കെയാണ് പഠിക്കുക? എക്കണോമിക്സിൽ ഗ്രാമീണ വികസനം എന്നൊരു കാറ്റഗറിയിൽ പഠിക്കും, ഹിസ്റ്ററിയിൽ പഠിക്കും, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ പഠിക്കും. ആ ഒരു ഏരിയ കംപ്ലീറ്റഡ് ആണ്. ശരിയല്ലേ? അല്ലെ? ഹിസ്റ്ററിയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ പഠിക്കും, തീർന്നു. ഇനി ഇന്ത്യൻ സാമ്പത്തിക രംഗം, എക്കണോമിക്സ്, പ്യൂർ എക്കണോമിക്സ് അല്ലെ? പ്യൂർ എക്കണോമിക്സ് അല്ല ഈ ഒരു കാറ്റഗറി വരിക. ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കരണം, ദേശീയ വരുമാനം, വളർച്ചാ നിരക്ക്, രൂപയുടെ വരവ് ചിലവ് അല്ലെ? സ്വാഭാവിക ബജറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുക. ബാങ്കിങ്, ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, റിസർവ് ബാങ്കിന്റെ അതിന്റെ പ്രവർത്തനങ്ങൾ, ബാങ്കുകൾ എത്രയാണ്, നാഷണലൈസ്ഡ് ബാങ്കുകൾ എത്ര, 12, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അന്താരാഷ്ട്ര നാണയനിധിയും ഘടനയും. എന്തുകൊണ്ട് അന്താരാഷ്ട്ര നാണയനിധി ഘടനയും ഇവിടെ ചേർത്ത് പറയുന്നു? ഇത് യഥാർത്ഥത്തിൽ നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ഏരിയ ആണ്. പക്ഷേ നമ്മൾ റിസർവ് ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ റിസർവ് ബാങ്കാണ് ഇന്ത്യയുടെ രൂപയുടെ വിനിമയ മൂല്യം കാത്തു സൂക്ഷിക്കുക. ഈ റിസർവ് ബാങ്ക് ആരുടെ പ്രതിനിധിയായിട്ടാണ് പ്രവർത്തിക്കുക? അന്താരാഷ്ട്ര നാണയനിധിയുടെ, IMFന്റെ. ലോകരാജ്യങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങൾ, ADB, ലോക ബാങ്ക് തുടങ്ങിയവയാണ് എന്ത് ചെയ്യുക? സാമ്പത്തികം അനുവദിക്കുക. സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക നിരക്ക് പറയുമ്പോൾ ഇന്ത്യ വായ്പ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ലോകബാങ്കിനെ കുറിച്ചും IMFനെ കുറിച്ചും പറയുന്നു. മറ്റ് സംഘടനകൾ നോക്കി, ഐക്യരാഷ്ട്രസഭ, അവയുടെ ഏജൻസികൾ, G4 രാജ്യങ്ങൾ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഐക്യരാഷ്ട്രസഭയുടെ അകത്ത് വരിക, സർവ്വരാജ്യസഖ്യം ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമിയാണ്, കോമൺവെൽത്ത്, ബ്രിട്ടന്റെ കോളനികളുടെ കൂട്ടായ്മയാണ്, ചേരിചേരാ പ്രസ്ഥാനം, നമ്മുടെ റഷ്യയുടെയോ അല്ലെങ്കിൽ USSRന്റെയോ അമേരിക്കയുടെ ചേരിൽപ്പെടാത്തവർ കൂട്ടിച്ചേർത്ത് രൂപീകരിച്ചത്, ആസിയാൻ, സാർക്ക്, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അന്താരാഷ്ട്രീയ നാണയനിധി. പിന്നെ ഇത് ഇവിടെയും പറയുന്നുണ്ട്, എക്കണോമിക്സിനകത്ത് പറയുന്നുണ്ട്. കണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന സംഘടനകൾ തന്നെയാണ് ഇവിടെയും പഠിക്കേണ്ടി വരിക. അതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? അടുത്ത് നോക്കിയേ, സാമൂഹ്യ, സാമ്പത്തിക, വ്യാവസായിക, കാർഷിക, വിവരവിനിമയ, വിവര സാങ്കേതിക മേഖലകളിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും. ഇത് എന്താ പറയുക? ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് നിങ്ങളുടെ PSC സിലബസിനകത്ത് അവസാന ഒരു ഏരിയ ഉണ്ട്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വികസനം. അത് തന്നെയാണ് ഇവിടെ പഠിക്കുക. പുതുതായിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല, PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിട്ട് അല്ലെ? അവിടെ നിങ്ങൾ ആർട്സ് ആൻഡ് കൾച്ചർ ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, അതിനകത്തുള്ള സ്പോർട്സ് കാര്യങ്ങൾ ഇവിടെ പറയുക. ഇത് പ്രധാനമായിട്ടും കറണ്ട് അഫെയറുമായി ചേർത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വേറെ വിഷയമേ ഇല്ല. ശരിയല്ലേ? ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യന്മാർ, ലിറ്ററേച്ചർ ആണ് ഇവിടെ പറയുക. ശരിയല്ലേ? മലയാളത്തിനകത്ത് വരുന്ന ലിറ്ററേച്ചർ ഉണ്ട്, ആർട്സ് ആൻഡ് കൾച്ചറിനകത്ത് വരുന്ന ലിറ്ററേച്ചർ ഉണ്ട്. രണ്ട് ഏരിയയിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. ശരിയല്ലേ? അന്തർദേശീയ, ദേശീയ ശാസ്ത്ര പ്രതിഭകൾ, കണ്ടുപിടുത്തങ്ങൾ, നോബൽ പുരസ്കാരങ്ങൾ, ഇതൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ എന്തിൽ വരും? കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്നതാണ്. ശരിയല്ലേ? ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിൽ നടപ്പിലാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം,
ലക്ഷ്യവും പ്രയോജനം ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ, അവയുടെ ഘടനാധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ. ഇത് എന്തിലാണ് വരിക? കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വരിക. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ഭാഗത്താണ് വരിക? പാർട്ട് 9. പാർട്ട് 9, പാർട്ട് 9A, പിന്നെ പാർട്ട് 9B വരും. പാർട്ട് 9B പ്രത്യേകിച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാർട്ട് 9, 9A, പാർട്ട് 9B ആണ് വരിക. തീർന്നു. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്ന സബായിട്ടുള്ള ഒരു ഏരിയ ആണത്. ഇനി പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ, അവരുടെ സംഭാവനകൾ. ഇത് ഇത്രയും നിങ്ങൾ ബേസിക് ജോഗ്രഫിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫിയിൽ, കേരള ജോഗ്രഫിയിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ എന്നൊരു കാറ്റഗറി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചിക്കോ പ്രസ്ഥാനം, അതുപോലെ തന്നെ സൈലന്റ് വാലി മൂവ്മെന്റ്, അതൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടി വരിക. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അതിവിടെ ഡെമോക്രസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു, ഇന്ത്യൻ ഭരണഘടന ആമുഖം പറയുന്നു, അല്ലെ? പാർട്ട് 1 യൂണിയൻ പ്രദേശം, മൗലിക അവകാശങ്ങൾ. പാർട്ട് 3 പറയുന്നു മൗലിക അവകാശങ്ങളിലെ പ്രധാന വകുപ്പുകൾ, അത് അതിനകത്ത് സബായിട്ടുള്ള പോയിന്റാ. മൗലിക കർത്തവ്യങ്ങൾ പറയുന്നുണ്ട്, എന്തിലാ? പാർട്ട് 4A പറയുന്നുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ പാർട്ട് 4 പറയുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതിൽ പ്രധാനമായിട്ട് പറയുന്നത് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടുകൾ തന്നെയാണ്. 5, 6, പിന്നെ 8. തീർന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഭരണഘടന തുറക്കുന്നതോട് നോക്കിയാൽ നമ്മുടെ എന്താണ് അഡ്വക്കേറ്റ് ജനറൽ, CAG, ഫിനാൻസ് കമ്മീഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ വരിക, ഭരണഘടനാ സ്ഥാപനങ്ങൾ. ശരിയല്ലേ? പിന്നെ ഭരണഘടനാ ഭേദഗതി നമ്മൾ സ്ഥിരം പഠിക്കുന്ന കാര്യങ്ങളാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ പാർട്ട് 11, 12, 13. നിയമനിർമ്മാണ ബന്ധം, സാമ്പത്തികപരമായ ബന്ധം, ഭരണകരമായ ബന്ധം. അത് പാർട്ട് 11, 12, 13 വരിക. അത് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം. പ്രസിഡന്റിന്റെ അധികാരങ്ങൾ പാർട്ട് 5 പറയുക. ഇതിനകത്ത് ഈ യൂണിയൻ ഭരണത്തിനകത്താണ് വരിക. പൗരത്വം പറയുന്നത് പാർട്ട് 1 കോൺസ്റ്റിറ്റ്യൂഷനാണ്, പ്യുവർ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ പഠിക്കേണ്ടി വരിക. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകുന്നു മാത്രം. കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള വിവിധ ഭാഗങ്ങളാണ് അവിടെ പറയുക, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നമ്മൾ പഠിക്കുന്ന നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പം നിലവിൽ അതിനെ PSC ഇമ്പോർട്ടൻ്റ് ആക്ട് എന്നൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആക്ട് എന്നോ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നോ സ്റ്റാറ്റ്യൂട്ടറീസ് ബോഡീസ് എന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അവിടെ പറയുക. കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ വരും, മനുഷ്യാവകാശ കമ്മീഷൻ വരും, വനിതാ കമ്മീഷൻ വരും, വിവരാവകാശ കമ്മീഷൻ വരും. അന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബൈ പാർട്ടല്ലേ? അത് നിങ്ങൾ പഠിക്കുന്നത് തന്നെയല്ലേ? ശരിയല്ലേ? ഇനി അടുത്ത് നോക്കിയേ, എക്കണോമിക്സിന്റെ സബായിട്ടുള്ള പാർട്ട് അടുത്ത് പറയണേ. ഇത് പ്യുവർ എക്കണോമിക്സ് ആണ്. നോക്കിയേ, സാമൂഹ്യ നന്മയും സുരക്ഷയും, സാമൂഹ്യ ഭദ്രത, അത് സ്കീംസ് ആണ് ഇവിടെ പഠിക്കേണ്ടി വരിക. ദേശീയ തലത്തിൽ ആരംഭിച്ചതും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലെയും പ്രധാനപ്പെട്ട സ്കീമുകളാണ് അവിടെ പഠിക്കേണ്ടി വരിക. തീർന്നു. പിന്നെ അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ട് അതും കോൺസ്റ്റിറ്റ്യൂഷന്റെ സബായിട്ടുള്ള പോയിന്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൽ അല്ലെങ്കിൽ കേരള ഗവർണൻസിനകത്ത് വരുന്ന കാര്യമാണ്. ലോക്പാൽ, ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓക്കെ, ലോകതല തുടങ്ങിയ കാര്യങ്ങളാണ് അതിനകത്ത് വരിക. അത് നമ്മൾ സ്ഥിരം പഠിക്കുന്നതാണ്. ഇനി ബേസിക് ജോഗ്രഫിക്കകത്ത് അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫിക്കകത്തൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ് ആഗോളതാപനം, ഓസോൺ പാളിയുടെ ശോഷണം, ക്യോട്ടോ പ്രോട്ടോകോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ, അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അത് നിങ്ങൾ സിലബസിനകത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സിവിക്സ് അല്ലെങ്കിൽ കേരള ഗവർണൻസിനകത്ത് പഠിക്കുന്നതാണ്. കേരള ഗവർണൻസിനകത്ത് കൂടാതെ സയൻസ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കിട്ടി. ശരിയല്ലേ? രോഗങ്ങൾ, അവയുടെ കാരണങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, പിന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. തീർന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പാർട്ട് 9Bയിൽ പറയുന്ന കാര്യങ്ങൾ. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, നിയമനിർമ്മാണം 2011 97 ഭരണഘടനാ ഭേദഗതി പ്രകാരം രൂപീകരിച്ചതാണ്. അത് നമുക്ക് അവിടെ തന്നെ കിട്ടും, സിമ്പിളാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷന്റെ സബായിട്ടുള്ള ടോപ്പിക്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതും എന്തിലാണ് വരിക? നമ്മുടെ കേരള ഗവർണൻസിനകത്തുള്ള ടോപ്പിക്. കേരള ഗവർണൻസിലുള്ള ടോപ്പിക്കാണ് സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്, പിന്നെ നമ്മുടെ വനിതകള്, കുട്ടികള്, പിന്നോക്ക വിഭാഗക്കാര്, വികലാംഗര് തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തെ കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിയല്ലേ? അതൊക്കെയാണ് അവിടെ വരിക. കേരള ഗവർണൻസിനകത്ത് നിങ്ങൾ പഠിക്കുന്ന എന്താണോ അത് തന്നെയാണ് ഇവിടെ വരിക. ഇനി വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ സംഘടനകൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അല്ലെ? വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ ഓർഗനൈസേഷൻസ്, അതിനകത്താണ് എന്ത് വരിക? യുണിസെഫ് വരിക. അതിന്റെ സബായിട്ട് നമ്മൾ പഠിക്കും.
ഇതിൽ കുടുംബശ്രീ, അംഗൻവാടി, ആശാ വർക്കേഴ്സ് അതൊക്കെ വരുന്നത് എന്തിലാണ്? കേരള ഗവേണൻസിലുമാണ്. ചൈൽഡ് കെയർ ആക്ട് വരുന്നത് കേരള ഗവേണൻസിലാണ്. അതും അതോടുകൂടി തീർന്നു. കേരള ഗവേണൻസിനകത്തുള്ള കാര്യമാണ്. റോഡ് സുരക്ഷ ഇത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം. ഇത് പ്രത്യേകിച്ച് PSCയുടെ സിലബസിൽ ഇല്ലാത്തതാണ്. PSCയുടെ സിലബസിൽ ഇല്ലാത്ത കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കും. പിന്നെ പറയുന്നത് കേരള ജോഗ്രഫിയാണ്. കേരള ജോഗ്രഫി ശരിയല്ലേ? അത് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ. ഇതും കേരള ജോഗ്രഫിയുടെ, ഇന്ത്യൻ ജോഗ്രഫിയുടെ സബായിട്ടുള്ള ടോപ്പിക്കാണ്. ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, കമ്മ്യൂണിറ്റി റിസർവ്, പ്രധാനപ്പെട്ട വനങ്ങൾ, അതായത് എന്താ പറയുക, നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, മഴക്കാടുകൾ തുടങ്ങിയ കാറ്റഗറിയാണ് അതിനകത്ത് വരിക. ഇതിനകത്ത് തന്നെ നേരത്തെ പറഞ്ഞ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ വീണ്ടും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ സിലബസിനകത്ത് തന്നെ മൾട്ടിപ്പിൾ സ്ഥലത്ത് ഒരേ കാര്യം തന്നെ പറയുന്നുണ്ട് എന്നാണ് വസ്തുത, അല്ലേ? ഇവിടെ സംരക്ഷിത പ്രദേശങ്ങൾ പറയുമ്പോൾ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം പറയുമ്പോൾ അതേ കാര്യം തന്നെ അടുത്തടുത്ത് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? വനസംരക്ഷണത്തെ കുറിച്ച്. ഇതിനു വേണ്ടിയിട്ടാണ് സാമൂഹിക വനവൽക്കരണ പദ്ധതികൾ. ഇതും ഈ ഒരു ടോപ്പിക്കും സെയിമാണ്. അടുത്ത കേരള ഗവേണൻസിനകത്ത് വരുന്ന അടുത്ത ടോപ്പിക്കാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യ മേഖല, സാംസ്കാരിക മേഖല, വ്യാവസായിക മേഖല. അതും കേരള ഗവേണൻസാണ്. കേരള ഗവേണൻസിനകത്ത് വരുന്ന കാര്യമാണ്, ശരിയല്ലേ? ഇനി പ്രാചീന കേരളം, മധ്യകാല കേരളം, അടിസ്ഥാന വിവരങ്ങൾ, അത് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾ ഇപ്പോഴത്തെ സിലബസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഏതിലാടാ? പണ്ടൊക്കെ ആൻഷ്യന്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രാചീന കേരളം എന്ന് പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ കേരള ഹിസ്റ്ററിക്കകത്ത് നിങ്ങൾ സിലബസ്, കേരള PSCയുടെ സിലബസ് നോക്കിയാൽ അറിയാം. 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏകദേശം മധ്യഭാഗത്തായിട്ട് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ. അത് തന്നെയാണ് പ്രാചീന കേരളം, മധ്യ കേരളം, അടിസ്ഥാന വിവരങ്ങൾ വരിക. സംഘകാലം, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, രാജവംശം, കുലശേഖരന്മാർ. പിന്നെ സാമൂഹിക പരിഷ്കർത്താക്കൾ, പ്രക്ഷോഭങ്ങൾ, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, നവോത്ഥാനം. അത് നിങ്ങൾക്ക് സിമ്പിളാണ്, എല്ലാവരും പഠിച്ചുറപ്പിച്ചു വെച്ചുള്ള കാര്യം. ആധുനിക കേരളം കേരള PSCയുടെ കേരള ഹിസ്റ്ററി സിലബസിൽ വരുന്നതാണ്. യൂറോപ്യന്മാരുടെ ആഗമനവും ചെറുത്തുനിൽപ്പുകളും, അല്ലേ? യെസ്. പിന്നെ എന്താണല്ലേ? ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, ഫോർ എക്സാമ്പിൾ ഉപ്പ് സത്യാഗ്രഹ നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവ വികാസങ്ങളാണ് അതിനകത്ത് വരിക. ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? നമ്മളിവിടെ പറഞ്ഞ ട്രാഫിക് നിയമങ്ങൾ മാത്രമേ എക്സ്ട്രാ പഠിക്കാനുള്ളൂ. ബാക്കി നിങ്ങൾ എപ്പോഴും സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, ശരിയല്ലേ? ഈ ഒരു ഏരിയ ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾ സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പുതുതായി പഠിക്കേണ്ട ഈ ഒരു കാര്യം മാത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴേ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പം നിങ്ങൾ PSC പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക മതി. അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ക്ലിയർ? അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമയം കിട്ടും പഠിക്കാനായിട്ട്. പരീക്ഷയ്ക്ക് 1 മാസം മുമ്പ് എക്സാം ഡേറ്റ് വരും. എന്തായാലും ഈ ഒരു മെയ് 15-ന് മുമ്പ് വരാനൊന്നും സാധ്യതയൊന്നുമില്ല. കാരണം മിക്കവാറും ക്ഷേത്രങ്ങളിലെ ഉത്സവം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അതിൻ്റെ പുറകിലാണ്. സഭയുടെ എന്തായാലും മെയ് കഴിഞ്ഞിട്ടേ വരാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ പോലും നിങ്ങൾക്ക് 1 മാസം ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം പഠിച്ചുറപ്പിക്കുക, ശരിയല്ലേ? അതോടൊപ്പം മാത്സ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട മറ്റ് എഡ്യൂക്കേറ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട സിലബസ് വിശകലനം ചെയ്യാനായിട്ട് എത്തിച്ചേരും. ഞാൻ GK ടോപ്പിക്കാണ് എടുക്കുക എന്നതുകൊണ്ടാണ് ഞാൻ GK ടോപ്പിക്ക് പറഞ്ഞത്. പിന്നെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് കൂടെ ഒന്ന് നോക്കാം. സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ ഇന്നോട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട. നിങ്ങളിപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയാൽ മതി. എക്സാം ഡേറ്റ് വന്നതിന് ശേഷം പഠിച്ചെടുക്കാനേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അതെ, കുറച്ചൊന്നും പഠിച്ചു പോവുക. ഇതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ GK പോർഷനിൽ വരുന്ന ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. നോക്കാം നമുക്ക്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ച. ഇത് പറയുന്നത് കേരള ഹിസ്റ്ററിയിലെ ഭക്തി മൂവ്മെന്റ് കൂട്ടാം. അതായത് കുലശേഖര രാജാക്കന്മാർ പഠിക്കുമ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ അവിടെ പഠിക്കുന്നതാണ്. കുലശേഖര രാജാക്കന്മാർ പഠിക്കുമ്പോൾ ഭക്തി പ്രസ്ഥാനം പഠിക്കും. അതിന്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ്. ഭക്തി പ്രസ്ഥാന നായകരെന്ന് പറയുമ്പോൾ ശൈവ വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ശൈവ വിഭാഗത്തിലെ പണ്ഡിതന്മാര് നായനാർമാർ എന്നറിയപ്പെടും. വൈഷ്ണവ വിഭാഗത്തിലെ പണ്ഡിതന്മാര് ആഴ്വാർമാർ എന്നറിയപ്പെടും. കുലശേഖര ആഴ്വാർ, ചേരമാൻ പെരുമാൾ നായനാർ ഈ കാറ്റഗറിയിൽ വരിക. ആ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ത്വരിത വളർച്ച ആരംഭിക്കുക. ആ ത്വരിത വളർച്ചയുടെ ഭാഗമായിട്ട് എന്തുണ്ടായി? ക്ഷേത്ര ദൈനംദിന കാര്യങ്ങൾ രൂപീകരിക്കുന്ന പൂജാരിമാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായത് സഭ എന്നറിയപ്പെട്ടു. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ച എന്ത് പേരിൽ അറിയപ്പെട്ടു? കച്ചം എന്ന പേരിൽ അറിയപ്പെട്ടു.
ഏറ്റവും പ്രധാനപ്പെട്ടത് മൂഴിക്കുളം കച്ചമാണ്. ഇതൊക്കെ കേരള ഹിസ്റ്ററിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? സിലബസ് നിങ്ങൾ ആ കാര്യം ഇവിടെ മനസ്സിലാക്കുക എന്നാണ്. ആത്മീയ ആചാര്യന്മാര് ഇവിടെ വീണ്ടും സാമൂഹിക പരിഷ്കർത്താക്കളെ പറയുന്നുണ്ട്. അത് നവോത്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. തത്വചിന്തകരെ കുറിച്ച് പറയുന്നുണ്ട്. ആദി ശങ്കരാചാര്യർ, ഫിലോസഫേഴ്സുമാരെ നമ്മൾ അവിടെ പറയുക. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ വരും, സ്വാമി ദയാനന്ദ സരസ്വതി വരും. മനസ്സിലായോ? പിന്നെ ദേവസ്വം ബോർഡുകളുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ക്ഷേത്രവാദ്യ കലാകാരന്മാർ, നിങ്ങൾ ആർട്സ് ആൻഡ് കൾച്ചറിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ക്ഷേത്രകലയെക്കുറിച്ച്, ക്ഷേത്രവാദ്യങ്ങളെക്കുറിച്ച് ഇവിടെ പഠിക്കുന്നതാണ്. വാസ്തുവിദ്യ ഗുരുകുലത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്. ഇനി വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇത് ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് സിമ്പിളാണ്, പഠിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല, സിമ്പിളാണ്. മനസ്സിലായോ? പിന്നെ ബാക്കിയുള്ളത് വളരെ കുറച്ചല്ലേ ഇടാവുള്ളൂ. കാരണം ഞാനിത് പറയുന്നത് നിങ്ങൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആർട്സ് ആൻഡ് കൾച്ചർ, വേദങ്ങൾ, ഉപനിഷത്ത്, ഭക്തിപ്രസ്ഥാനം ഒക്കെ. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാനേ ഉള്ളൂ. കേട്ടോ? നമുക്ക് പഠിക്കാന്നേ, സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട ഡൗട്ടോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാനത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ എത്തിച്ചേരും. ഓക്കെ, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. ഇപ്പോൾ പഠിക്കുന്ന രീതിയിൽ മുന്നോട്ട് പഠിച്ചു പോവുക. എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് കൃത്യമായിട്ട് നേടിയെടുക്കാൻ കഴിയും. പിന്നെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 36 വേക്കൻസി ഉള്ളൂ എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ പരീക്ഷയ്ക്കും അതിനുശേഷം റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയിൽ പുതിയ തസ്തികകൾ ഒഴിവ് വന്നേക്കാം. കൂടാതെ മറ്റ് ദേവസ്വം ബോർഡുകളുടെ നോട്ടിഫിക്കേഷൻ വന്നേക്കാം. സിലബസ് ഒക്കെ എന്തായാലും ഒരുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.